പൂർണ്ണമായ ഒരു ആരോഗ്യമുള്ള ഒരാളെന്ന് പറയാൻ പറ്റും. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ പൂർണ്ണമായ ആരോഗ്യവാനാണോ അല്ലയോ എന്നുള്ളതാണ്. അതേ എന്നാണെങ്കിൽ വളരെ സന്തോഷം, ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് കാലം ആയുസ്സും ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇനി ആർക്കെങ്കിലും അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പ്രകൃതിദത്തമായ ചികിത്സാ രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരാള് ശാരീരികമായി ആരോഗ്യവാനാണ്, അസുഖമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അയാൾ പൂർണ്ണമായും ഒരു വെൽനസ് കാറ്റഗറിയിലാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് മാനസികമായി സ്ട്രെസ് ഉണ്ടെങ്കിൽ അനാരോഗ്യമാണ്. അദ്ദേഹത്തിന് സാമൂഹ്യപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ആത്മീയപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും, സാമ്പത്തികമായി ആരോഗ്യാവസ്ഥയിലല്ലെങ്കിലും അദ്ദേഹം ആരോഗ്യവാനാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഒരുപാട് അറിവുകളുണ്ട്. നമുക്കറിയാം ഷുഗർ ഇട്ട് ചായ കുടിക്കാൻ പാടില്ല, എന്നാലും ഞാനും നിങ്ങളും ചായ കുടിക്കും. നമുക്കറിയാം രാത്രി ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നമ്മൾ ഭക്ഷണം കഴിക്കും. ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കാൻ പാടില്ല, നമ്മൾ കഴിക്കും. അപ്പൊ ബോധവൽക്കരണം നടത്തിയിട്ട് പ്രത്യേകിച്ച് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ടോപ്പിക് ഇട്ടതിനെ കൊണ്ട് ആളുകൾ എന്ത് ചെയ്യില്ല, ശരിക്കും പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ഇനി സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ഈശ്വരൻ തന്ന ആയുസ് കംപ്ലീറ്റ് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വഴി ഉണ്ടെന്നുള്ള തെളിവായിരിക്കും. ഒരു അന്വേഷണത്തിലേക്ക് നമുക്ക് പോകാം, അതായിരിക്കും നല്ലത്. ഇഫ് യു ഡോണ്ട് make time for your wellness, you will be forced to make time for your illness. 2-3 വട്ടം ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യമുള്ള സമയത്ത് സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രോഗം ചികിത്സിക്കാൻ വേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങൾ നിർബന്ധിതനാകുന്നു. ശരിയാണെന്ന് എല്ലാവരുടെയും മനസ്സിലിപ്പോ പറയുന്നുണ്ടാവും. പണം പോലെ തന്നെയാണ് ആരോഗ്യവും. രണ്ടും നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ മൂല്യം അറിയും, അല്ലെ? Health is like money. We never have a true idea of its value until we lose it. എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. It is health that is real wealth and not a piece of gold and silver. സ്വർണവും വെള്ളിയൊന്നുമല്ല, നിങ്ങളുടെ ആരോഗ്യമാണ് ശരിയായിട്ടുള്ള സമ്പത്ത് എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ നമ്മൾ അറിയുന്നതാണ് ആരോഗ്യത്തെ കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചും ഒക്കെ ഉള്ളത്. ഒരുപാട് ആളുകൾ, നന്നായിട്ട് സമ്പത്തുള്ള ആളുകൾ ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഒരു ജീവിതം ആസ്വദിക്കാൻ പറ്റാതെ കിടപ്പിലായ ആളുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലേ. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ 10-40 വർഷം അധ്വാനിച്ച് പണം സമ്പാദിച്ച് അതിനുശേഷം വീട്ടിലേക്ക് വരുന്ന സമയത്ത്, നാട്ടിലേക്ക് വരുന്ന സമയത്ത് അതുവരെ സമ്പാദിച്ചതും ലോൺ എടുത്തും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് അവർക്ക്, നമുക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ വൈഡോറിയം കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന നമ്മളും അത് ഉപയോഗിക്കാത്ത കുറച്ച് പേര് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് കുറച്ച് നേരത്തെ ഉപയോഗിക്കാൻ കിട്ടിയെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാ വെച്ചാല് നാളെ വരാൻ പോകുന്ന അസുഖങ്ങളെ തടയാൻ പറ്റുന്ന തരത്തിൽ ഒരു ചികിത്സാ രീതി ലോകത്തിലുണ്ടെങ്കിൽ അതിന്റെ പേര് മാഗ്നറ്റിക് തെറാപ്പി എന്നാണ്. അപ്പോ അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ജോലി ചെയ്യാനും പണം ഉണ്ടാക്കാനും കുടുംബവുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ ഈ പിക്ചറിൽ 1 എന്ന് പറയുന്ന ഹെൽത്ത് അത്യാവശ്യമാണ്. ഈ 1 എന്ന് പറയുന്ന ഈ ഒരു ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം വെറും ശൂന്യമാണെന്ന്. അപ്പോ ആ ശൂന്യത ഇല്ലാതെ നമ്മൾ ഓരോരുത്തരെയും കുടുംബത്തിലേക്ക് ആരോഗ്യം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് സുധീർ സാറും സൗത്തിന്റെ ടീമൊക്കെ ഈ ഒരു സൂം പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചകളിലും നടത്തുന്നത്. ഇതിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത ആയിരക്കണക്കിന്, 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 2.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആരോഗ്യം വീണ്ടെടുത്ത ഒരു കേരളമാണിപ്പോ. അത് വരും ദിവസങ്ങളിൽ അത് കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം എങ്ങോട്ടാണെന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുടെ 2019 ഇന്ത്യയിലെ മരണങ്ങളിൽ നടന്ന പഠനം 66% NCD-കളാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം, ശ്വാസകോശ രോഗം, സ്ട്രോക്ക്, വൃക്ക സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് മരണങ്ങൾ കൂടുതലുള്ളത്. 22% ഇന്ത്യക്കാരും 30 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളപ്പോൾ അവരുടെ 70ാം ജന്മദിനത്തിന് മുമ്പ് ഇവർക്ക് കീഴടങ്ങുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. താഴെ കാണുന്ന ഇവിടുത്തെ മോർട്ടാലിറ്റി റേറ്റ് ആണ്. പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ മരണനിരക്ക് ഒരുപാട് കൂടുതലാണ്. അത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന, അത് മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടം നമുക്ക് കാണാൻ പറ്റും. കോവിഡിന് ശേഷം നമ്മൾ എപ്പോഴും പറയുന്നത് ലോകം 2ആയി.
എന്തായി രണ്ട് പാർട്ടായി എന്നുള്ളതാണ്. ഒന്ന് കോവിഡിന് മുന്നേയും കോവിഡിന് ശേഷവും. കോവിഡിന് ശേഷം നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് 30.4% ഇന്ത്യക്കാരും മാനസിക ആരോഗ്യവുമായി മല്ലിടുന്നുണ്ടെന്നാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ അവരവരോട് തന്നെ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്കിന്ന് വല്ലാത്തൊരു ഭീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോവിഡ് വന്ന സമയത്ത് കോവിഡിനെ കുറിച്ചുള്ള ഭീതിയാണെങ്കിൽ കോവിഡിന് ശേഷം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ട്രോക്ക് ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും മറ്റുള്ള അസുഖങ്ങളായാലും ഒക്കെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ പുതിയൊരു വൈറസ് ചൈനയിൽ വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിപ്പോ പേടിക്കാൻ തുടങ്ങി. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഗ്ലോബലൈസേഷന്റെ ഭാഗമായി എല്ലാം ഈസിയായ സമയത്ത് വൈറസും വളരെ ഈസിയായി എത്തപ്പെടുന്നുള്ള സത്യം. ഈ റിസർച്ചുകളൊക്കെ പറയുന്നത് നമ്മൾ ആരോഗ്യാവസ്ഥയായി വല്ലാതെ മല്ലിടുന്ന സമയത്ത് വല്ലാതെ സ്ട്രെസ് എടുക്കുന്നു എന്നുള്ളതും ഈ സ്ട്രെസ്സാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കാരണമെന്നും ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പല ജേണലുകളിലും. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റാണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പേഴ്സണലി പറയുന്ന സമയത്താണ് അതിന് ആൾക്കാർ ഉൾക്കൊള്ളാൻ കുറച്ച് മടിയുണ്ടാവുക. 2 വർഷം മുന്നേ നമ്മൾ ഇവിടെ കോവിഡ് എടുത്ത ആളുകളിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ സുധീർ ഡോക്ടറെയും അതേപോലെ ബയോട്രോളിയം ചെയ്യുന്ന ആളുകളൊക്കെ തമാശയാക്കിയിരുന്നു. ലോകാരോഗ്യ സംഘടന അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നു, കോവിഡിന് ശേഷം ആളുകളിൽ ക്ഷീണം കൂടുതലാണ്, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഓർമ്മശക്തി കുറവാണ്, സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഉണ്ട്, കഫക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ചെസ്റ്റ് പെയിൻ കൂടുതലാണ്, സ്പീക്കിംഗ് ട്രബിൾ എന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മസിൽ വേദനകളുണ്ട്, സ്മെല്ലും ടേസ്റ്റും അറിയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ലോകത്തിൽ ഒരുപാടുണ്ട്, ആളുകൾക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും ഉണ്ട്, പനി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകൾ ലോകത്തിൽ കൂടുതലാണ്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ പലരെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഒക്കെ കൂടുതലാണ്. അതിൽ അമേരിക്കയിൽ നടന്നൊരു പഠനം പറയുന്നത്, ഇത് അമേരിക്കയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് ആദ്യത്തെ തരംഗത്തിൽ വന്ന കോവിഡ് വന്ന ആളുകളിലാണ് ലോകത്തിലെ 3 വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. വാക്സിൻ എടുത്ത സമയത്ത് വാക്സിൻ എടുത്ത ആളുകളിൽ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് ഓൾറെഡി നമുക്കറിയാമെങ്കിലും ഇവിടെയുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ ആരും അതിനെ ആദ്യം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആണെങ്കിലും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ എതിർത്തു. പക്ഷെ പിന്നീട് ഒരു ദിവസം പത്രങ്ങളിൽ ഈ വാർത്ത കണ്ടു, കോവാക്സിൻ എടുത്തവർക്ക് ഫലം, തൊട്ടടുത്ത ദിവസം കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ അറിയുന്നത് കണ്ടു. ഈ സ്ക്രീനിൽ ആരോ കളിക്കുന്നുണ്ടല്ലോ, കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ കൊടുത്തത്. ശ്രീനിവാസൻ ആരാ? സാറേ അതൊന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഓക്കെ. കോവിഷീൽഡിന് പാർശ്വഫലങ്ങളിലേറെ. ഇത് ലോകാരോഗ്യ സംഘടനയുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൗമ്യ സ്വാമിനാഥന്റെ പ്രസ്താവനയാണ്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കോവിഡ് അനന്തര രോഗബാധ 3 ഇരട്ടി വരെ വർദ്ധിച്ചു. പ്രമേഹം, മറവി രോഗം, നാഡീരോഗങ്ങൾ, തലച്ചോറിലെ പ്രശ്നങ്ങൾ, രക്താതി സമ്മർദ്ദം എന്നിവ ബാധിക്കുന്നവരുടെ എണ്ണം കോവിഡിന് ശേഷം കുതിച്ചു വരുന്നു. ഓക്കെ. അപ്പോ ഇതിനെ എങ്ങനെ നേരിടണമെന്ന് ആരോഗ്യ മേഖല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള മരണം കൂടി. കോവിഷീൽഡ് രക്തം കട്ടപ്പിടിക്കുവാൻ സമ്മതിച്ച് കമ്പനി ലണ്ടനിൽ ഒരു കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യത്തിൽ 2 വർഷം കുറഞ്ഞു എന്ന് കണക്കുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തു. ഈ സ്ക്രീനിൽ കാണുന്ന ഡോക്ടർ ഗൗരവ് ഗാന്ധി, അതേപോലെ തന്നെ നമ്മുടെ പ്രബല ഡോക്ടർ, ഇവരൊക്കെ മരണപ്പെട്ടത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അതിന്റെ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ, ആദ്യം കാണുന്ന ഡോക്ടർ ഗൗരവ് ഗാന്ധി ഗുജറാത്തിലെ ഒരു കാർഡിയോളജി സർജനാണ്. 41 വയസ്സിനുള്ളിൽ ഏകദേശം 16,000-ഓളം ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരണപ്പെടുന്നത്. ഇത്രയും പ്രഗത്ഭനായ ഡോക്ടേഴ്സിന് പോലും സ്വന്തം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ താളം തെറ്റുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ചികിത്സാ രീതി ഉണ്ടോ എന്നുള്ളത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യം നിലനിർത്താൻ, ജീവൻ നിലനിർത്താൻ, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് അടിച്ച് പോകാന്നല്ലാതെ ഈ സ്ക്രീനിൽ കയറി കളിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഇത് എനിക്ക് ഒരു പുത്തരിയല്ല. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം ലെഫ്റ്റ് അടിക്കാം. ഇതൊരു കോമൺ ഫോമാണ്. പറയേണ്ടി വന്നതിൽ ക്ഷമയോദിക്കുകയാണ്. മനഃപൂർവ്വമാണെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജീവിതശൈലി രോഗങ്ങളിൽ ജീവൻ തകർന്ന് കേരളം, നമ്മളിത് കണ്ടിട്ടുണ്ട് അല്ലെ, ഈ വാർത്തയൊക്കെ.
കഴിഞ്ഞ നവംബർ മാസം കേരളത്തിൽ 50 ലക്ഷം ആളുകൾ സ്ക്രീനിങ് നടത്തിയ സമയത്ത് 46% പേർക്ക് ജീവിതശൈലി രോഗസാധ്യത എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തു. ഈ പഠനം ഞെട്ടിക്കുന്ന ഒരു പഠനമാണ്. നമ്മളിൽ പലരും 3.5 കോടി 4 കോടിക്ക് താഴെയുള്ള ജനങ്ങളിൽ 50 ലക്ഷം ആൾക്കാർ നടത്തിയ ഒരു പഠനം പറയുന്നത് 46% പേർക്ക് ജീവിതശൈലി രോഗസാധ്യത. ഈ പഠനം ഒരു 1.5 കോടി 2 കോടി ആളുകളിലാണ് നടത്തിയിരുന്നതെങ്കിൽ ഈ 46% എന്നുള്ളത് ഒരു 70% എങ്കിലും ആവുന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതശൈലിയൊക്കെ മാറ്റേണ്ട സമയമായിരിക്കുന്നു. അത് അവനവന്റെ എന്താ പറയാ ആരോഗ്യാവസ്ഥയെ കുറിച്ചുള്ള ബോധത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കുക എന്നുള്ള പറയാനുള്ളത്. ഈ കാണുന്ന 3 പിക്ചർ നമുക്ക് സുപരിചിതമാണ്. 1 മെഡിസിൻ ബോക്സ് നമ്മളെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 2 നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന മെഷീൻ, മറ്റൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ അല്ലെ. വളരെ ആത്മാഭിമാനത്തോടെ വളരെ ആർജവത്തോടെ നമ്മൾ പറയും ഇതൊക്കെ എന്റെ അടുത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ദൈവം സഹായിച്ച് ഇങ്ങനെ ഒന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലം ഡയാലിസിസ് സെന്ററുകളാണ്. എല്ലാ വാർഡ് ബേസിലും നമുക്ക് ഇന്ന് ഡയാലിസിസ് സെന്ററുകൾ വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു സൈഡ് എഫക്ട് പോലെയുള്ള ഒരു കാര്യം കുടുംബത്തിലേക്കുള്ള പൊതു ചെലവ് വർദ്ധിക്കുന്നതാണ്. മെഡിക്കൽ രംഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണച്ചെലവ്. അതിന്റെ കാര്യത്തിലാണ് ഇന്ത്യക്കാർക്ക് മാനസിക സമ്മർദ്ദം നേരിടുന്നതെന്ന് ആരോഗ്യ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നതാണ്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ നെഗറ്റീവാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു രോഗം മതി നമ്മുടെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കാൻ. ശശി തരൂരിന്റെ വളരെ പ്രശസ്തമായ ഒരു കോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ അവസ്ഥയും ഏകദേശം അങ്ങനെയാണ്. വീട്ടില് ഒരു ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ എല്ലാം ഒരു എന്താ പറയാ കുടുംബത്തിലേക്ക് മാറിയപ്പോ ഒരാളാണ് നമ്മുടെ വീട്ടിലെ ഏണിംഗ് മെമ്പർ അല്ലെ. ആ ഏണിംഗ് മെമ്പർക്ക് ജസ്റ്റ് ഒരു യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് താളം തെറ്റും. ശരിയല്ലേ? അതേപോലെ BP, ഷുഗർ, കൊളസ്ട്രോൾ, വെരിക്കോസ് ഇങ്ങനെയുള്ള പല അസുഖങ്ങളെയും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ട സമയത്ത് നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തേടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചും അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുമാണ്. ഇത്രയും പ്രോബ്ലങ്ങൾക്കുള്ള സൊല്യൂഷനുമായിട്ട് ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 4 വർഷമായി. ഈ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി 2008 ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനിയാണ്. നിങ്ങൾ ഈ കാണുന്നത് കമ്പനിയുടെ മിറാ റോഡിലുള്ള ഫാക്ടറിയും അതേപോലെ ഹെഡ് ഓഫീസുമാണ്. 1 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഫാക്ടറിയാണ്. ഞങ്ങൾ പലരും ആ ഫാക്ടറി ഓഫീസ് MD ഒക്കെ നേരിട്ട് കണ്ട ആൾക്കാരാണ്. ഇതിന് കോർപ്പറേറ്റ് ഓഫീസിൽ ദാദറിലുള്ള കോഹിനൂർ ടവറിലുള്ള 46ാമത്തെ നിലയിലാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉള്ളത്. ഡൽഹിയിൽ നമുക്കൊരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. ഈ കമ്പനി സ്ഥാപിച്ച വ്യക്തി ഡോക്ടർ സാഗർ ജോഷി ബയോ മാഗ്നറ്റിസത്തിലും നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ് എടുത്ത ഒരു ഇന്ത്യക്കാരനാണ്. ഒരു പ്യൂർ ഇന്ത്യൻ കമ്പനിയാണ്. 2008 മുതൽ കഴിഞ്ഞ 17 വർഷമായിട്ട് ബയോമാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു കമ്പനി കൂടിയാണ്. ഈ കാണുന്നതൊക്കെ കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റുകളാണ്. GST സർട്ടിഫിക്കേഷൻ, അതുപോലെ ISO സർട്ടിഫിക്കേഷൻ, കമ്പനിയുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, അതേപോലെ GMP സർട്ടിഫിക്കറ്റ്, MSMEയുടെ അണ്ടറിലാണ് നമ്മുടെ ലൈസൻസ്, ഉദ്യം രജിസ്ട്രേഷൻ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ മെമ്പർഷിപ്പ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ മെമ്പർഷിപ്പ്, അതേപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ്, നമുക്ക് വെൽനസ് ഉൽപ്പന്നങ്ങളുണ്ട് ഉള്ളിൽ കഴിക്കുന്നത്. അങ്ങനെ ഇന്ന് ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് എന്തൊക്കെ ലൈസൻസുകൾ, ലീഗാലിറ്റി പേപ്പേഴ്സ് ആവശ്യമുണ്ടോ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കാണുന്ന അവാർഡുകൾ കേന്ദ്ര MSME മന്ത്രാലയത്തിൽ നിന്ന് നമ്മുടെ കമ്പനി കിട്ടിയ അവാർഡാണ്. ഫസ്റ്റ് കാണുന്നത് ഏറ്റവും നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് നമ്മുടെ കമ്പനി കിട്ടിയ അശോക സ്തംഭ അവാർഡ്. കൂടുതൽ ആളുകളിലേക്ക് വരുമാനം എത്തിച്ച് ഓണ്ടർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്തതിന് MSME മന്ത്രാലയത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബെസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൺസെപ്റ്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് അവാർഡാണ് വലതുഭാഗത്ത് കാണുന്നത്.
2 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ അവാർഡുകൾ നേടിയ ഒരു കമ്പനിയെ കുറിച്ചും അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. രണ്ടാമതൊരു അവാർഡ് ആയുഷ് കൊറോണ യോദ്ധ അവാർഡ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകൾ മരണം സംഭവിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഒരു ഉൽപ്പന്നത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മോസ്റ്റ് എക്സൈറ്റിംഗ് കമ്പനി ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ ബയോട്രോണിക് കമ്പനിക്കാണ്. അതിന്റെ കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ പ്രൊഡക്റ്റ് 2020 ഇവിടെ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുച്ഛിച്ചിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു, നമ്മൾ അംഗീകരിച്ചു തുടങ്ങി. മെഡിക്കൽ സയൻസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് എഴുതി തള്ളിയ ലക്ഷക്കണക്കിന് ആളുകൾ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അവാർഡാണ് ആശ്ചര്യജനകമായ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നുള്ളത്. ഈ സ്ക്രീനിൽ ഇപ്പൊ കാണുന്നത് നിങ്ങൾ മഹാരാഷ്ട്ര ഗവർണറുടെ കയ്യിൽ നിന്ന് നമ്മുടെ MD ദ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് കഴിഞ്ഞ വർഷം നേടുന്നതാണ്. നമുക്കറിയാം, നമ്മൾ പല ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ ബ്രാൻഡിലൊക്കെ എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. പക്ഷെ ഒരു ഗവർണറുടെ കയ്യിൽ നിന്നും ഒരു ബ്രാൻഡിന് ദ ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടണമെങ്കിൽ ആ ബ്രാൻഡിന് അത് പറയുന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ഈ കമ്പനിയുടെ മാനേജ്മെന്റ് 17 വർഷമായിട്ടുള്ള ശക്തമായ മാനേജ്മെന്റ് ആണ്. സ്വന്തം സോഫ്റ്റ്വെയർ ആണ്, സൈബർ സെക്യൂർ ആപ്ലിക്കേഷൻ ആണ്, എക്സ്പോർട്ടേഴ്സ് ആണ്, മാനുഫാക്ചേഴ്സ് ആണ്, ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലാണ്. 99.99% സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 4 വർഷവും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പേയ്മെന്റ് ഓൺ ടൈമിൽ നൽകുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പൊ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഈ കമ്പനി മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്ന ബയോമാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ഭൗമകാന്തം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് തെറാപ്പിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കണമെങ്കിൽ ഗൂഗിളിലോ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ബയോമാഗ്നറ്റിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ബുക്സുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഡിപ്ലോമ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്ത്യയിലുള്ള ഒരു ഡോക്ടറുടെ ബുക്കാണ് വലതുഭാഗത്ത് കാണുന്ന മാഗ്നറ്റോ തെറാപ്പി. HL ബെൻസൽ എന്ന് പറയുന്ന ഹോമിയോപ്പതി ഡോക്ടർ എഴുതിയ ബുക്കാണ്. അതിൽ ഒരുപാട് അസുഖങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട നാട്ടിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് അടിത്തറയില്ല, ശാസ്ത്രീയതയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത്. ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യം തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്കറിയാം, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നതെന്നും നമുക്ക് ആരോഗ്യം നിലനിർത്താനും ജീവൻ നിലനിർത്താൻ വേണ്ടിയും 5 എനർജി സ്രോതസ്സുകൾ ആവശ്യമാണെന്ന് നമുക്കറിയാം. ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം, സൂര്യപ്രകാശം. ഈ ശുദ്ധമായ വായു ഇല്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ വായു മലിനമാണെങ്കിൽ നമ്മൾ രോഗികളായി മാറും. ജലം ശുദ്ധമല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ഭക്ഷണം ശുദ്ധമല്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി സാധിക്കില്ല. സൂര്യപ്രകാശം ഇല്ലെങ്കിലും ജീവൻ നിലനിർത്താൻ സാധിക്കില്ല. ഈ 4നെയും പോലെ അല്ലെങ്കിൽ 4നേക്കാളും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി. ഭൂമിക്ക് മാത്രമുള്ള ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി. ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. ജീവൻ സ്പന്ദിക്കണമെങ്കിൽ മാഗ്നറ്റിക് എനർജി കൂടിയേ തീരും. അപ്പൊ വായുവിനേക്കാളും പ്രാധാന്യം ചിലപ്പോ മാഗ്നറ്റിക് എനർജിക്കായിരിക്കും. ശ്വാസം എടുക്കണമെങ്കിൽ, ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ, അകത്തേക്ക് എടുക്കണമെങ്കിൽ മാഗ്നറ്റിസം കൂടിയേ തീരുമെന്നാണ്. അതുകൊണ്ടാണ് സ്പേസിലൊക്കെ പോകുന്ന ആളുകളൊക്കെ, നാസയിലെ ഓസ്ട്രേലിയകളൊക്കെ എവിടെ മാഗ്നറ്റ് ധരിച്ചുകൊണ്ട് പോകുന്നത്. ഇത് പണ്ട് കാലത്ത് ഇവിടെയുള്ള ആളുകൾക്ക് സുലഭമായി കിട്ടിയിരുന്നതാണ്. ശുദ്ധമായ വായുവും ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ, സൂര്യപ്രകാശമൊക്കെ. അവർ ചെരുപ്പ് ചവിട്ടാതെ നടന്ന സമയത്ത്, വീടുകളൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ലാതിരുന്ന സമയത്ത് അവർക്ക് ഈ മാഗ്നറ്റിക് എനർജി കിട്ടിയിരുന്നു. അവർ ജീവിച്ചിരുന്നത് ഭൂമിയുമായി സമരസപ്പെട്ടായിരുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ഇരുമ്പിന്റെ അതിപ്രസരങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾക്ക് ആരോഗ്യവും ആയുസ്സും കൂടുതലായിരുന്നു. ആരോഗ്യം മാത്രമല്ല, ആയുസ്സും കൂടുതല. അതെന്നു മുതൽ കുറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ വിവേകാനന്ദന്റെ ഒരു ലേഖനം വളരെ വ്യക്തമായി പറയുന്നു, പാദരക്ഷകൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം. അതോടുകൂടി നമ്മുടെ എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് സ്റ്റോപ്പായി. ഗ്രൗണ്ട് എനർജി നമുക്ക് കിട്ടാതെയാവുകയും, ഈ ഗ്രൗണ്ട് എനർജി കിട്ടുമ്പോൾ മാത്രമേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകൂ എന്നും, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോഴാണ് നമ്മുടെ സെല്ലുകളിലേക്ക് ഓക്സിജനും ന്യൂട്രീഷൻസും എത്തിക്കാൻ സാധിക്കൂ എന്നുള്ള പഠനങ്ങൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
പക്ഷെ എന്ത് സംഭവിച്ചു? നമ്മൾ ചെരുപ്പുകൾ ഉപയോഗിച്ചു തുടങ്ങി, ഇരുമ്പിന്റെ അതിപ്രസരങ്ങളുള്ള ഇരുമ്പിന്റെ കൂടാരങ്ങളിലേക്ക് നമ്മൾ മാറി, കിണറിലും പറമ്പിലൊക്കെ കുഴൽക്കിണറുകളും മോട്ടോറുകളൊക്കെ ഫിറ്റ് ചെയ്തപ്പോ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട മാഗ്നറ്റിക് എനർജി ഇരുമ്പും അതേപോലെയുള്ള റേഡിയേഷൻസ് ഒക്കെ എന്ത് ചെയ്തു? അതിനെ നശിപ്പിച്ചു തുടങ്ങിയപ്പോ പ്രോപ്പറായ അളവിൽ മാഗ്നറ്റിക് എനർജി നമുക്ക് കിട്ടാതാവുകയും അതുമൂലം നമ്മുടെ സെല്ലുകളിലേക്ക് എത്തേണ്ട ഓക്സിജന്റെ അളവും ന്യൂട്രീഷൻസ് അളവും കുറഞ്ഞു, ബ്ലഡ് സർക്കുലേഷൻ ക്രമാതീതമായി കുറയാൻ തുടങ്ങിയപ്പോ ഒരു 6 മുതൽ 8 വർഷം വരെ നമ്മൾ ഇതേ കണ്ടീഷനിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഡിസോർഡറുകൾ പുറത്തേക്ക്. ആ ഡിസോർഡറുകളാണ് നമ്മൾ ഓമന പേരിട്ട് BP, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ് എന്നൊക്കെ വിളിക്കുന്നത്. ഇത് രോഗങ്ങളല്ല എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. ഇതിനെ ഡിസോർഡറിൽ നിന്ന് ഓർഡറിലേക്ക് ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഡിസോർഡറിൽ നിന്ന് ഓർഡറിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്നുള്ള ഓക്സിജനെയും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രീഷൻസിനെയും ബ്ലഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സെല്ലിലേക്കും എത്തിക്കാൻ പറ്റുമ്പോൾ നമ്മൾ കോടിക്കണക്കിന് സെല്ലുകൾ കൊണ്ട്, കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ഓരോ അവയവങ്ങളും ആരോഗ്യത്തിലേക്ക് വരികയും അവയവങ്ങൾ ആരോഗ്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യും. സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ബോഡി ഹെൽത്തി ആയിരിക്കും. നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ കോശങ്ങളുടെ ആരോഗ്യം നശിക്കും, ഓർഗൻസിന്റെ ആരോഗ്യം നശിക്കും, നമ്മൾ ഡിസോർഡറിലേക്കും ഡിസീസിലേക്കും മാറുന്നതാണ്. അപ്പോ ഈ മാഗ്നറ്റിക് എനർജി കിട്ടുന്ന സമയത്ത് നമ്മുടെ DNA ആരോഗ്യത്തിന്, സെല്ലുകളുടെ റിജുവിനേഷന്, സെല്ലുകളുടെ മൾട്ടിപ്ലിക്കേഷന്, ഓർഗൻസിന്റെ പ്രവർത്തനത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ആക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആയി ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം. ഒന്ന്, ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കും, ഓക്സിജൻ ലെവൽ എൻഹാൻസ് ചെയ്യും, അതേപോലെ റേഡിയേഷനിൽ നിന്നുള്ള എനർജി ലോസിനെ തടയും. ഈ 3 കാര്യങ്ങൾ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി എന്തായി ഹെൽത്തി ആയി ജീവിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതിന്റെ സയന്റിഫിക് എവിഡൻസിനെ പറ്റി നിങ്ങൾ ഗൂഗിളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഹിസ്റ്ററി പറയുന്നത് ഏകദേശം 3000 വർഷം മുന്നേയുള്ള ചികിത്സാ രീതിയായിരുന്നു ഈജിപ്തില്, ഗ്രീക്കില്, ചൈനയിലൊക്കെ. അവിടെ ചൈനീസിലൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുണ്ട്, മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ലാട വൈദ്യന്മാരൊക്കെ ചെയ്യുന്ന പോലുള്ള ഈ ചുട്ടു ചികിത്സ പോലെ ആയിരുന്നെങ്കിലും പിന്നീട് അതിനെ സയൻസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. വളരെ പുരാതനമായ കാലങ്ങളിൽ മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിച്ചിരുന്നത് ഈ നമ്മുടെ മൈഗ്രെയിന്, ഉറക്കമില്ലാത്ത അവസ്ഥ, സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെൻസസ് സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന, തേയ്മാനത്തിന്റെ വേദന, ഇങ്ങനെയുള്ള വേദനകൾ മാറ്റാൻ കല്ല് കൊണ്ടും വെള്ളം കൊണ്ടൊക്കെയാണ് ചികിത്സിക്കുന്നത്. 1954 ഒരു പഠനം അമേരിക്ക സയന്റിസ്റ്റ് ലീനസ് കാൾ പോളിങ്ങിന് ഒരു നോബൽ സമ്മാനം കൊടുത്തു. ആ പഠനം ഇങ്ങനെ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ അയൺ കണ്ടന്റും ഭൂമിയിലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള പുഷ് പുൾ ആക്ഷനിലാണ് ഹൃദയം ഈസിയായിട്ട് പമ്പ് ചെയ്യുന്നതും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നുള്ള പഠനം ഉണ്ടായി. അതിനുശേഷം സയൻസ് ഇതിനെ ഏറ്റെടുക്കുകയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നൂറ്റാണ്ടുകളായി ഇത് പല രാജ്യങ്ങളിലും നമ്മുടെ ആയുർവേദം പോലെ ഒരു ചികിത്സാ രീതിയെ അംഗീകരിച്ചിട്ടുണ്ട്. 1986 ജപ്പാനിലെ 80ഓളം പേഷ്യൻസിൽ മാഗ്നറ്റിക് തെറാപ്പി നടന്ന പഠനം ലംബാർ സ്പൈനിലെ വേദന മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2003-2006 ഇംഗ്ലണ്ടിലെ ഒരു ഡോക്ടർ പെട്രാഡോറിംഗ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് തെറാപ്പിസ്റ്റ് കൂടിയ ഡോക്ടർ 5000ഓളം ആളുകളിൽ മാഗ്നറ്റിക് ഓർണമെന്റ്സ് വെച്ച് നടന്ന പഠനത്തില് അദ്ദേഹം കണ്ടെത്തിയത് ഉറക്കമില്ലാത്ത അവസ്ഥയെയും മൈഗ്രെയിനെയും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള പഠനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തലവേദനയും മൈഗ്രെയിനൊക്കെ മാറിയായിട്ട് നമുക്കറിയാം. ഉറക്കമില്ലാത്തൊരു പ്രശ്നത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസോംനിയ പോലുള്ള അസുഖം പോലും മാറി വന്ന ഒട്ടനവധി ആളുകൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ട്. 2004 ഇംഗ്ലണ്ടിൽ നടന്നൊരു പഠനം, ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ പബ്ലിഷ് ചെയ്ത പഠനം, ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ പേഷ്യൻസിൽ 194 രോഗികളിൽ പഠനം നടത്തി ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് ആ വേദനയെ മാറ്റിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിൽ അതിസൂക്ഷ്മ രക്തക്കൊള്ളുകളിലൂടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നത് എങ്ങനെയെന്നുള്ള പഠനം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനവിടെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് 8,75,000 പൗണ്ടാണ് ഗ്രാൻഡായി കൊടുത്തിരിക്കുന്നത്. 2002 നടന്നൊരു പഠനമാണ്. ഇതേപോലെ തന്നെ മറ്റൊരു പഠനം ജർമ്മനിയിൽ നടന്നൊരു പഠനം പറയുന്നത് എങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നതിനുള്ള പഠനം. അത് അവരെ പബ്ലിഷ് ചെയ്ത ഫോട്ടോ നിങ്ങൾ കാണുന്നു. നമ്മുടെ RBC കൂട്ടം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ബിഫോർ വെയറിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ബ്രേസ്ലെറ്റ് ആണ് ഇടത് ഭാഗത്തുള്ളത്. മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ് ധരിച്ചതിന് ശേഷമുള്ള പിക്ചറാണ് വലത് ഭാഗത്ത് കാണുന്നത്.
അപ്പോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകും, ബ്ലഡ് കട്ടപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും എന്നൊക്കെയുള്ളതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തെളിയിച്ചിരിക്കുന്ന ഒരു സയൻസ് ആണെന്നുള്ളതാണ്. ഇത് 10,000-ഓളം രോഗികളിൽ ജപ്പാനിൽ ഡോക്ടർ കോയിച്ചി നക്കവാഗ എന്ന് പറയുന്ന ഇസൂസു ഹോസ്പിറ്റലിൽ ടോക്കിയോയിലെ ഡയറക്ടർ 10,000-ഓളം രോഗികളിൽ മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിച്ച് നടന്ന പരീക്ഷണത്തിൽ അദ്ദേഹം ആളുകളിലുള്ള ക്ഷീണം, ഷോൾഡർ പെയിന്, ബാക്ക് പെയിന്, മൈഗ്രെയിന്, മലബന്ധം, ഉറക്കമില്ലാത്ത അവസ്ഥ, ക്ഷീണം എന്നിവയെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട്. ഇതിന് ശേഷം എന്തുണ്ട്, ജപ്പാന്റെ ഹെൽത്ത് മിനിസ്ട്രി ഈ മാഗ്നറ്റിക് തെറാപ്പി അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലും മാഗ്നറ്റിക് തെറാപ്പി ഇന്ന് അംഗീകരിച്ച ചികിത്സാ രീതിയാണ്. കേന്ദ്ര ആയുഷ് ഡിപ്പാർട്ട്മെന്റ് നേച്ചുറോപ്പതിയുടെ ഭാഗമായി അംഗീകരിച്ച ചികിത്സാ രീതിയാണ്. നിങ്ങൾ ഈ കാണുന്ന ayush.gov.in എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് ആണ്. അതിൽ നേച്ചുറോപ്പതിയുടെ ഭാഗമായി മാഗ്നറ്റിക് തെറാപ്പി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അംഗീകരിച്ച ചികിത്സാ രീതിയാണ്. അതിന്റെ ഗുണങ്ങളൊക്കെ അതിൽ തന്നെ പറയുന്നുണ്ട്. ബോഡിയിൽ വേദനകൾ മാറ്റിയെടുക്കാനും നീർക്കെട്ട്, സന്ധിവേദന പോലുള്ള അസുഖങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനും വരാതിരിക്കാനൊക്കെ ഇത് സഹായിക്കും എന്നുള്ളതൊക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതാണ് ഈ പ്രൊഡക്റ്റിലുള്ള ബിഹൈൻഡ് സയൻസ് എന്ന് പറയുന്നത്. യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നമ്മളെ കോമ്പീറ്റ് ചെയ്യാൻ ഇന്ന് ലോകത്തെ ഒരു കമ്പനിക്കും ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിയോഡൈം മാഗ്നറ്റ് ആണ്, എർത്ത് മാഗ്നറ്റ് ആണ്. ഇത് മൂലക പട്ടികയിൽ 60ാമത്തെ മൂലകമാണ്. ഈ നിയോഡൈം മാഗ്നറ്റ് ആണ് നാസയിലെ ഓർഫണന്റുകൾ സ്പേസിലേക്ക് പോകുമ്പോൾ അവരുടെ ജാക്കറ്റിലും ഷൂലേസിലും ഒക്കെ ഫിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് 1961 സ്പേസിലേക്ക് പോയി അവർ തിരിച്ചു വന്നപ്പോൾ പലരും രോഗികളായിരുന്നു. ഒരു ഓക്സിജൻ സിലിണ്ടർ കരുതിയിരുന്നെങ്കിലും അവർക്ക് ശരിയായ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 5 എനർജി സ്രോതസ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ പറ്റുന്നത്. അന്ന് അവർ പോയി തിരിച്ചു വന്നപ്പോ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഓക്സിജൻ ഉണ്ടായിട്ടും നമുക്ക് ജീവിക്കണമെങ്കിൽ മാഗ്നറ്റിസം കൂടിയേ തീരും. ആ ഒരു പഠനത്തിന്റെ ഫലത്തിലാണ് എന്ത് ചെയ്യുന്നത്, നാസ അവരുടെ ഓസ്ട്രോനറ്റുകൾക്ക് പിന്നീട് നിയോഡൈം മാഗ്നറ്റ് ജാക്കറ്റിലും ഷൂലേസൊക്കെ ഫിറ്റ് ചെയ്ത് സ്പേസിലേക്ക് വിടുന്നത്. ഇന്ന് എത്രയോ അഡ്വാൻസ് ആയ ടെക്നോളജികൾ യൂസ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നാസ പുറത്തുവിട്ടിരിക്കുന്നത് സ്പേസിൽ വെച്ചുകൊണ്ട് തന്നെ ഓക്സിജനെ ഡെവലപ്പ് ചെയ്യാൻ നിയോഡൈം മാഗ്നറ്റിന്റെ കഴിവെന്നുള്ള പഠനം ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നാസ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് നിയോഡൈം മാഗ്നറ്റ് ആണ്. വെരി റെയർ എർത്ത് മാഗ്നറ്റ് ആണ്. കൊറിയയിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. മണ്ണിന്റെ അടിയിൽ നിന്ന് 600-800 അടി താഴ്ചയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന വൈറ്റ് കളറിലുള്ള ഒരു പൗഡർ ഫോം ഒരു മൂലകമാണ് നിയോഡൈം. ഇത് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് ആണ്. ഇത് നമ്മൾ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരുന്ന മാഗ്നറ്റിന് 3000 to 5000 ഗ്രോസ് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ റിസൾട്ട് അതുകൊണ്ടാണ് കിട്ടുന്നത്. ഇന്ന് നമ്മളെ പ്രൊഡക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ ഓൺലൈനിലും അല്ലാതെയും വാങ്ങാൻ പറ്റുന്ന ഒരു അവസരം ഇന്ന് ഇന്ത്യയിലുണ്ട്. കാരണം ഒരു നല്ല പ്രൊഡക്റ്റ് വന്നാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങും. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാനേജ്മെന്റ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ പ്രൊഡക്റ്റുകളൊക്കെ പറ്റി മനസ്സിലാക്കി ഇനി വില കുറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ള രീതിയിൽ പുറത്തു പോയിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 വട്ടം ആലോചിക്കുന്ന നല്ലതാണ്. വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചിട്ട് ആ ഉള്ള പൈസ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്. ഞാനിത് സംസാരിച്ച എന്റെ ഒരു സുഹൃത്ത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് ഒരു റിസൾട്ട് ഇല്ലാതെ അതിനുശേഷം എന്റെ അടുത്ത് നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കമ്പനികൾ ഇവിടെ തഴച്ച് വളരില്ലേ? നമ്മുടെ പ്രൊഡക്റ്റ് അല്ലാതെ വേറെ പ്രൊഡക്റ്റ് കൊണ്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗ്രേഡ് കൂടിയ നിയോഡൈം മാഗ്നറ്റ് ആണ്. നമ്മൾ MDയുടെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ട മാഗ്നറ്റിക് എനർജിയുടെ 4 ഗുണ ജാഥ എന്ന് പറഞ്ഞു 4 ഇരട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പ്രൊഡക്ഷന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഹീലിംഗ് പവർ കൂടുതൽ കിട്ടുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് പോകുമ്പോൾ ഒരു പാക്കേജ് ആണ്. ആ പാക്കേജിലുള്ളത് ഒന്ന് ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ്, അതേപോലെ പില്ലോ പാഡ്. ഇത് രണ്ടും നമ്മൾ എവിടെയാണോ ഉറങ്ങുന്നത് അവിടെ വിരിച്ച് കിടക്കുക. പില്ലോ പാഡ് നമ്മുടെ തലയുടെ ഭാഗം തലേണെ ഉപയോഗിക്കുന്നതാണ്. തലേണെ കവറിലേക്ക് കയറ്റി വെച്ച് ഒരു കോട്ടൺ ഷീറ്റ് ഇതിന്റെ മുകളിൽ വിരിച്ചതിന് ശേഷം കിടക്കുക. കാരണം ഇത് അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, വാഷ് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഇതിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം നമ്മൾ ഡീപ്പായിട്ട് നമുക്കൊന്ന് ഉറങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉറക്കമില്ലാത്തൊരു പ്രശ്നം ഒരാൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഉണ്ടാവില്ല.
ടോട്ടൽ മെറ്റാബോളിസം കട്ട് ചെയ്യപ്പെടാനും ഹോർമോണിനെ ബാലൻസ് ചെയ്യാനും പൊണ്ണത്തടിയെ കുറക്കാനും ഒക്കെ സാധിക്കുന്നത് ഇതിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിലുള്ള 90% റിപ്പയറിംഗ് നടക്കുന്നത്, എസ്പെഷ്യലി നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ റിപ്പയറിംഗ് ക്ലൻസിങ് നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ഉറക്കം കറക്റ്റ് ആയാൽ തന്നെ നമ്മുടെ ബോഡിയിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്താനും അതിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ് ഈ ലിവർ ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ പലതും. ഫാറ്റി ലിവർ ഡിസീസ് വരാനുള്ള ഒരു കാരണം ഇന്നാഡിക്കേറ്റ് സ്ലീപ്പാണ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ ഫാറ്റി ലിവർ ഒക്കെ വരുന്നത്. പ്രോപ്പറായിട്ട് ഉറങ്ങുന്ന ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാൻ സഹായിക്കുമെന്ന് പഠനങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് ആണ്. ഈ വാട്ടർ എനർജി പാഡ് നമ്മൾ കുടിക്കുന്ന നോർമൽ പച്ചവെള്ളം, കിണറിലെ വെള്ളം ഒരു ബോട്ടിൽ എടുക്കുക. ചില്ല് കുപ്പിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതിനെ നമ്മൾ വാട്ടർ എനർജി പാഡ് റാപ്പ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് അതിന്റെ മോളിക്കുലർ സ്ട്രക്ചറിലാണ് മാറ്റം വരുന്നത്. മൈക്രോ ക്ലസ്റ്ററിംഗ് പ്രോസസ്സിലൂടെ അതിന്റെ തന്മാത്രകളെ വിഘടിപ്പിച്ച് 4-5 തന്മാത്ര ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ കട്ടി ഒന്ന് കുറയുന്നു, അല്ലെങ്കിൽ ഡെൻസിറ്റി നോർമൽ ആകുന്ന സമയത്ത് ഈ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന വെള്ളം ടോട്ടൽ ബോഡിയിൽ അബ്സോർവ് ചെയ്യപ്പെടുന്നു. രക്തത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുമ്പോൾ രക്തത്തിലേക്ക് ഓക്സിജന്റെ അളവ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഈ വെള്ളം കുടിക്കുമ്പോൾ സഹായിക്കുന്നു. ബോഡിക്ക് ടോട്ടൽ എനർജി കിട്ടുന്നു. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ പുറന്തള്ളാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ വെള്ളം കുടിക്കുമ്പോൾ സഹായിക്കുന്നു. അതാണ് നടക്കുന്ന ഒരു പ്രോസസ്. ടോക്സിൻസ് റിമൂവ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അസുഖങ്ങളും കൂടി റിമൂവ് ചെയ്യപ്പെടും. എവിടെയാണോ ടോക്സിൻസ് അടിഞ്ഞുകൂടിയത് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വൈറസും രോഗാണുക്കളും ഉണ്ടാവുന്നതാണ്. ആ ഒരു പ്രോസസ്സ് പ്രോപ്പറായി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെയാണ് ആളുകൾക്ക് മൈഗ്രെയിൻ മാറുന്നതും വെരിക്കോസ് വെയിൻ മാറുന്നതും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ആശ്വാസം കിട്ടുന്നതൊക്കെ. അപ്പൊ ഈ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുക. കുടിക്കുന്ന വെള്ളത്തിന്റെ ഒരു അളവുണ്ട്. നോർമലി ആരോഗ്യമുള്ള ഒരാള് 20 കിലോ തൂക്കത്തിന് 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത്. അങ്ങനെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ 60 കിലോ ഉള്ള ഒരാള് ഒരു 3 ലിറ്റർ വെള്ളം, 80 കിലോ ഉള്ള ആള് ഒരു 4 ലിറ്റർ വെള്ളത്തിനടുത്ത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ശുദ്ധീകരണം നടക്കും. നമ്മുടെ ശരീരത്തിലുള്ള ടോട്ടൽ ബോഡിക്ക് എന്ത് ചെയ്യും, ഹെൽത്തി ആയി നിൽക്കാനും എനർജറ്റിക് ആയി നിൽക്കാനും സാധിക്കുന്നതാണ്. അടുത്തൊരു പ്രോഡക്റ്റ് ബയോമാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡ് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് എന്ന് പറയും. അപ്പൊ ഈ കിറ്റിൽ നിങ്ങൾക്ക് 2 റിസ്റ്റ് ബാൻഡും ഒരു ഗോൾഡൻ ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതില് ഒന്ന് സിലിക്കൺ ആണ്, അത്യാവശ്യം നടക്കാൻ പറ്റും. രണ്ടാമത്തെ എന്താണ് റിസ്റ്റ് ബാൻഡ് ഒരു ലെതറിൻ്റെതാണ്. അതിന് കുറച്ചും കൂടി നീളമുള്ള സ്ട്രിപ്പ് ഉണ്ടാവും. ഇത് പകൽ സമയത്ത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഇത് ധരിക്കേണ്ടത്. എല്ലാം മൾട്ടിപർപ്പസ് ആണ്. വാട്ടർ എനർജി പാഡ് നമുക്ക് മുട്ടിന് ചുറ്റാം, വേദനയുള്ള മസിൽ വേദന ഉണ്ട് മസിലിന് ചുറ്റാം, വെരിക്കോസ് ഉണ്ടെങ്കിൽ വെരിക്കോസ് ഉള്ള ഭാഗങ്ങളിൽ കാലിന് ചുറ്റാം, ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം, ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ ഷോൾഡർ അപ്ലൈ ചെയ്യാം. എവിടെയാണോ പെയിൻ ഉള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പെയിൻ കില്ലർ കൂടിയാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിസ്റ്റ് ബാൻഡ് നമുക്ക് മൾട്ടിപർപ്പസ് ആണ്. തലവേദന ഉണ്ടെങ്കിൽ നെറ്റിക്ക് കെട്ടാം. ഈ ചലശേഷിയൊക്കെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ തലയുടെ പിൻഭാഗത്ത് കിട്ടും നല്ലതാണ്. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ഒക്കെ ഉള്ള ആളുകൾക്കും തലയുടെ പിൻഭാഗത്ത് കിട്ടും നല്ലതാണ്. അതേപോലെ ഈ സർവിക്കൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് കഴുത്തിന് വേക്ക് കെട്ടിക്കഴിഞ്ഞാൽ ആ വേദനയുടെ ആശ്വാസം കിട്ടുന്നുണ്ട്. അവിടെയുള്ള ബ്ലോക്കൊക്കെ മാറിയായിട്ട് ഇഷ്ടംപോലെ റിസൾട്ടുകൾ ഉണ്ട്. തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക് കഴുത്തിൽ കെട്ടാം. എവിടെ പെയിൻ ഉണ്ടോ, ടെന്നീസ് എൽബോ ഉണ്ടെങ്കിൽ മുട്ടിനെ കെട്ടാം. എവിടെ പെയിൻ ഉണ്ടോ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. BP കൂടുതലുള്ള ആളുകൾ നിർബന്ധമായും വലത് റിസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോഡക്റ്റ് ധരിക്കണം. ലോ ബിപിയുടെ ഇഷ്യൂസ് ഉള്ളവർ ഇടത് കൈയുടെ റിസ്റ്റിലാണ് ധരിക്കേണ്ടത്. ഇതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ രാത്രി നമ്മൾ അതിൽ മാട്രസ് പാഡിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു മാഗ്നറ്റിക് എനർജി പകൽ സമയത്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ റേഡിയേഷൻ നമ്മളെ എന്ത് ചെയ്യും, എനർജി ലോസിനെ തടയുമ്പോൾ നമുക്ക് ഊർജ്ജസ്വലതയോടുകൂടി ജീവിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഒരാൾ ഉപയോഗിക്കേണ്ടത്. ഇത് എന്തിനു ഉപയോഗിക്കണം എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു റിസർച്ച് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ട് ഈ റിസർച്ച് ഇവിടെ പറയുന്നത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിന്റെ പ്രൊഫസറായ റോഞ്ചിയ ടാവോ 2011 ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിന്റെ റിസർച്ചിൽ അദ്ദേഹം പറയുന്നത് 1 മിനിറ്റ് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി 20 മുതൽ 30% വരെ കുറക്കാൻ പറ്റും. ഇന്ന് കോവിഡിന് ശേഷം ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒന്ന് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കാണ്. ഇത് രണ്ടിന്റെയും മൂല കാരണം രക്തത്തിന്റെ കട്ടി അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂടിയത് കൊണ്ട് ഹാർട്ടിന് പമ്പിങ് കറക്റ്റായി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അദ്ദേഹം 2021 അദ്ദേഹത്തിന്റെ അടുത്ത ഒരു
റിസർച്ച് പബ്ലിഷ് ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, COVID-19 ശേഷം രോഗികളിൽ കാണുന്ന ബ്ലഡ് കോട്ടിങ്ങിന്റെ ഭാഗമായുള്ള ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കിനെ തടയാൻ മാഗ്നറ്റിക് തെറാപ്പിക്ക് സാധിക്കുമെന്നുള്ള ഒരു പ്രബന്ധം അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കാനും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കും വരാതിരിക്കാനും ഒരു പരിധി വരെ തടയാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് സാധിക്കുന്നതാണ്. ഈ ഒരു റിസർച്ച് പറയുന്നത് മൊബൈൽ ഫോണിന്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ആളുകളിൽ ട്യൂമറിന്റെ റിസ്ക് കൂട്ടുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവര്, ഈ ബ്രാഡ് അടിയിലേക്ക് ഫോൺ വെക്കുന്നവരിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് കൂടുതലാണ്. കുട്ടികളിൽ വരുന്ന ഗ്ലിയോമ എന്ന് പറയുന്ന ക്യാൻസർ കൂടുതലാണ്. ലോകം മൊത്തം നടന്ന പഠനങ്ങളിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബെൽജിയത്തിൽ നടന്ന പഠനം പോലും പറയുന്നത് മൊബൈൽ റേഡിയേഷൻ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന നമ്മുടെ ബ്രെയിന് ഡാമേജ് ഇന്നലെ തടയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ എല്ലാ ഏങ്കിളിലും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു റിസർച്ച് ഞാൻ ഇവിടെ ഇട്ടത്. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ ആരോഗ്യം നിലനിർത്തുക. ഇന്ന് നമ്മൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവറി ആവാനും വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു വെൽനസ് ഉൽപ്പന്നമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ. പെട്ടെന്നുള്ള മരണം കൂടി കേരളം രണ്ടാമത്, ഈ ന്യൂസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതും വായിച്ചതാണ്. ഞാൻ പറയുന്നത് ഇതിൽ രണ്ടാമത് എന്നുള്ളത് 29ാമത് കേരളം എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരു യജ്ഞം തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് അത്രയും മൂല്യമായ ഒരു കമ്പനിയും ഒരു പ്രൊഡക്റ്റുമാണ് നമ്മുടെ കയ്യിലുള്ളത്. രണ്ടാമത് ഒരു പഠനം, ഇന്ന് ലോക പക്ഷാഘാത ദിനത്തിൽ നടന്നൊരു പഠനം, 2050 പക്ഷാഘാത മരണനിരക്ക് 91% ആവുന്നതാണ്. രാജ്യത്ത് ദിവസവും 4000 പേർക്ക് സ്ട്രോക്ക്. ഈ വാർത്തയൊക്കെ എന്താ പറയാ, നിങ്ങളിൽ പലരും എന്നോടും മറ്റുള്ള ആൾക്കാരോടും ചോദിക്കുന്നത് ഇത് ക്ലിനിക്കൽ ട്രയൽ ഉണ്ടോ, ഇത് സയന്റിഫിക് ആണെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടല്ലേ. ഇതും അതേപോലെ റിസർച്ച് നടത്തി പബ്ലിഷ് ചെയ്തതാണ്. ഈ രാജ്യത്ത് ദിവസം 4000 പേർക്ക് പക്ഷാഘാതം, 4000 ഇൻറ്റു നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എത്ര ദിവസം കൊണ്ട് നമ്മൾ ആ കാറ്റഗറിയിൽ എത്തുന്നുള്ളത്. ആ ഒരു ദൂരം കുറക്കണമെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നതാണ്. ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രഗ്നന്റ് വുമൻ, ഗർഭിണികൾ ഈ പ്രൊഡക്റ്റ് 3 മാസം കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടതില്ല. നോർമലി അവരുടെ ബോഡിയിൽ വരുന്ന ഹോർമോൺ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു കുറ്റം വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. മറ്റ് സൈഡ് എഫക്റ്റുകൾക്കൊന്നും പ്രൊഡക്റ്റ് ഇല്ല. രണ്ടാമത് പേസ് മേക്കർ, അതേപോലെ ഇലക്ട്രോണിക് ഇൻസുലിൻ പമ്പ് യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ മാട്രസ് പാഡിൽ കിടക്കാൻ പാടില്ല. അതേപോലെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒന്നും നമ്മുടെ മാട്രസ് പാഡിൽ കൂടുതൽ സമയം വെക്കാൻ പാടില്ല, അത് അടക്കാൻ പാടില്ല, നേരിട്ട് ചൂടാക്കാൻ പാടില്ല. ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 25 വർഷം മുതൽ 40 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. അത്രയും മൂല്യമുള്ള ലൈഫുള്ള ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കോ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു കമ്പനിക്കോ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വാങ്ങിച്ച് ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടാക്കുക. നമ്മുടെ ആരോഗ്യ സംരക്ഷണം, നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യ സംരക്ഷണം നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കമ്പനിക്ക് ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങളല്ലാതെ മറ്റ് പല വെൽനസ് ഉൽപ്പന്നങ്ങളുണ്ട്. അൾട്രാവറി ജ്യൂസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ആരാണോ ക്ഷണിച്ചത് അവരുടെ അടുത്ത് കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു തരും. ഇത് ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിനെ ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച വരെ തടയാൻ പറ്റുന്ന തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ബെറീസും അതേപോലെ തന്നെ കിവി, തേനാപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട്, ഗോതമ്പ്, വീറ്റ് ലീഫ്, അതേപോലെ ഗ്രീൻ ടീ, നമ്മുടെ മാംഗോസ്റ്റീന്, മുരിങ്ങയില, സ്ട്രോബെറി, ബ്ലാക്ക് കറന്റ്, ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ്. 21 ഇൻഗ്രീഡിയൻസിന്റെ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണിത്. അതേപോലെ തന്നെ കറുകപ്പട്ട, നമ്മുടെ ഹിമാലയങ്ങളിൽ കാണുന്ന ഒരു ബെറിയാണ് സീബക്ത്രം എന്ന് പറയുന്ന ബെറി. അതൊരു സൂപ്പർ ഫ്രൂട്ടാണ്. അതിൽ ഒമേഗ, എല്ലാ ടൈപ്പിലുള്ള ഒമേഗയും അടങ്ങിയിരിക്കുന്നുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിന്, സ്കിന്നിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ടാണത്. തൊട്ട് താഴെ കാണുന്നത് സോപാർമെറ്റ് എന്ന് പറയുന്ന അമേരിക്കയിൽ വളരുന്ന ഒരു പനയുടെ ഒരു കായാണ്. ഇതിന്റെ പ്രത്യേകത പുരുഷന്മാരിൽ ഏകദേശം ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന തകരാറിനെ തടയാനും പ്രോസ്റ്റേറ്റ് വീക്കത്തിനെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയും തടയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. അതേപോലെ മുന്തിരിയുടെ കുരു, അതിൽ നിന്നെടുക്കുന്ന ഇൻഗ്രീഡിയന്റ്, അത് കണ്ണിന്റെ കാറ്റഗറിക്ക് നല്ലതാണ്. എൽഡർബെറി, ബ്ലാക്ക് ബെറി, അതേപോലെ നോനി എന്ന് പറയുന്നത് സൂപ്പർ ഫുഡാണ്. അതേപോലെ തന്നെ കറ്റാർ വാഴ,
അതേപോലെ സഫേദ് മുസ്ലിം, ഇങ്ങനെ 21ഓളം ഇൻഗ്രീഡിയന്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വീറ്റ്നർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പഴങ്ങളുള്ള ചാറുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മിശ്രിതമാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാം. ഇത് കഴിച്ചാൽ എന്ത് കിട്ടും എന്ന് വെച്ചാൽ 30 മില്ലി ഫ്രൂട്ട് ജ്യൂസ് രാവിലെ 30 മില്ലി വെള്ളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യും, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും, മാനസിക സമ്മർദ്ദം കുറക്കും, മാനസികാരോഗ്യം നല്ലതാണ്, പല്ലുകളുടെ ആരോഗ്യം നല്ലതാണ്, ബോഡിയിലെ എനർജി സ്ട്രെങ്ത് ഒക്കെ കൂട്ടും. അതേപോലെ തന്നെ മുറിവുകളൊക്കെ ഉണങ്ങി വരാൻ വേണ്ടി സഹായിക്കും. തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വരുന്നതും അതേപോലെ അലർജിക്കൊക്കെ അതിനെ റിക്കവറി ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഹൈപ്പർ അസിഡിറ്റിയെ കൺട്രോൾ ചെയ്യും, ഡൈജസ്റ്റീവ് ഫംഗ്ഷനെ പ്രോപ്പർ ആക്കും, കിഡ്നിയുടെ ഫംഗ്ഷനെ പ്രോപ്പർ ആക്കും, ബ്രെയിനിന്റെ ഫംഗ്ഷനെ പ്രോപ്പർ ആക്കും. ഇത്രയും മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കമ്പനിക്കുണ്ട്. അതിന് വളരെ ചെറിയ എമൗണ്ട് 4400-ന് 1 ലിറ്ററിന്റെ 2 ബോട്ടിൽ കിട്ടും. പ്രഗ്നന്റ് ലേഡീസ്, മുലയൂട്ടുന്ന അമ്മമാര്, 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ, ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കാം. പക്ഷെ കിഡ്നി പേഷ്യൻസിന്, പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഇത് കഴിക്കാൻ പാടില്ല. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. അടുത്തൊരു പ്രൊഡക്റ്റ് സിദ്ധ, അതേപോലെ തന്നെ ആയുർവേദ യുനാനി കോമ്പിനേഷനുള്ള ഒരു ലേഹ്യമാണ് മോർ പവർ എന്ന് പറയുന്ന ആയുഷ് അംഗീകാരമുള്ള ഒരു പ്രൊഡക്റ്റ്. 2 ഗ്രാം രാവിലെ 2 ഗ്രാം രാത്രിയാണ് കഴിക്കേണ്ടത്. ടോട്ടൽ ബോഡിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഓർഗൻസിന്റെയും ആരോഗ്യം നിലനിർത്താനും എസ്പെഷ്യലി പുരുഷന്മാരിലും സ്ത്രീകളിലുമുള്ള സെക്ഷൽ ആയിട്ടുള്ള എല്ലാ ഡിസോർഡറിനെയും ഓർഡറാക്കി മാറ്റാനും, സ്പേമിന്റെ കൗണ്ട് കൂടാനും അതേപോലെ തന്നെ സ്പേമിന്റെ സ്പീഡ് കൂടാനും ഒക്കെ സഹായിക്കും. വന്ധ്യതയ്ക്കുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഈ പ്രൊഡക്റ്റ് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പല പാക്കേജിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഹൈ ഷുഗർ, ഡയാലിസിസ് പേഷ്യൻസ്, പ്രഗ്നന്റ് ലേഡീസ്, അതായത് മുലയൂട്ടുന്ന അമ്മമാര്, 5 വയസ്സിന് താഴെയുള്ള ഈ പ്രൊഡക്റ്റിലുള്ള ഇൻഗ്രീഡിയന്റ് കാറ്റഗറിയിൽ നിന്ന് പ്രീമിയം കാറ്റഗറി, അതേപോലെ തന്നെ നോർമൽ കാറ്റഗറി. പ്രീമിയം കാറ്റഗറിയിൽ 8ഓളം അഡീഷണൽ ഇൻഗ്രീഡിയൻസിന്റെ പ്രീമിയം കണ്ടന്റുകൾ ഉണ്ട്. നെല്ലിക്കയിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് സാവറി, അതേപോലെ തന്നെ ഫെനുഗ്രീക്ക് ഉലുവയിൽ നിന്നുള്ള കണ്ടന്റ്, അതേപോലെ ഗുഡിച്ചി എന്നുള്ള ടിനോഫോളിൻ, കുരുമുളക് എന്ന ബയോപറിൻ, മഞ്ഞൾ എന്നുള്ള കുർക്കുമിൻ, രജതഭസ്മ, അശ്വഗന്ധയുടെ ഇൻഗ്രീഡിയന്റ്. ഇത്രയും കണ്ടന്റുകളുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ബോഡി ഹെൽത്ത്, ഓട്ടോഇമ്യൂൺ ഡിസീസിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാർഡിയാക് ഹെൽത്തിന്, ബ്രെയിനിന്റെ ഫംഗ്ഷൻ, കിഡ്നിയുടെ ഫംഗ്ഷൻ, ലിവറിന്റെ ഫംഗ്ഷൻ, വിഗറിന്റെ വിറ്റാലിറ്റി, സെക്ഷൽ വെൽനസ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, ഓവറോൾ സ്ട്രെങ്ത്, ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ ക്ഷണിച്ച ആളെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കുക. വേൾഡിൽ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ്